വൺ ബയോളജി എന്ന് പറയുന്നത് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയാമോ? മൊത്തം 5 ചാപ്റ്റേഴ്സ്. അതിൽ തന്നെ ബോട്ടണിയും സുവോളജിയും കൂടിച്ചേർന്നിട്ടാണ് 5 ചാപ്റ്റർ. ഈ 5 ചാപ്റ്ററിൽ ബോട്ടണി 11 പാഠമുണ്ട്, സുവോളജി ഉണ്ട് 11 പാഠം. അപ്പോൾ രണ്ടും കൂടെ എത്രയുണ്ട്? 22 പാഠങ്ങൾ ഉണ്ട്. ക്ലാസ്സിൽ പറഞ്ഞത് ബോട്ടണി. അപ്പോൾ അവിടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ബയോളജി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് സുവോളജി സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? കാരണം നമ്മൾ സുവോളജി കണ്ടിട്ടാണ് ഇതുവരെ 10ാം ക്ലാസ് വരെയുള്ള മോർ ചാപ്റ്റേഴ്സ്, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് സുവോളജി കണ്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി പറയുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വരരുത്. പക്ഷെ എങ്കിലും നമ്മളുടെ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബോട്ടണിയെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, ജീവികളെ വർഗീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ 2 കിങ്ഡംസ് അല്ലേ, 2 കിങ്ഡംസ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. അങ്ങനെയൊക്കെ തിരിച്ചു. പ്ലാന്റേ അദ്ദേഹം വീണ്ടും 3ആയിട്ട് തിരിച്ചു. എങ്ങനെയായിരുന്നു? ഹെർബ്, ഷ്രബ്, ട്രീസ് എന്ന രീതിയിൽ തിരിച്ചു. ഇനി ആനിമൽസിന് അദ്ദേഹം തിരിച്ചത് റെഡ് ബ്ലഡഡ് ആനിമൽസ് ആൻഡ് ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്, അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചത്. പക്ഷെ അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അല്ലേ? 2 ക്ലാസ് ആയിട്ട് തിരിച്ചാൽ ഏകദേശം ഇതിൽ 2ലും പെടാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള സ്പേസ് കൊടുക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷന് പറ്റിയില്ല. അപ്പോൾ അതിനെ തിരസ്കരിച്ചു. മനസ്സിലായോ? പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇതുപോലെയുള്ള തെറ്റുകൾ തുടങ്ങുമ്പോഴാണ് ശരിയിലേക്കുള്ള ദൂരം കുറയുന്നത്. മനസ്സിലായോ? ആദ്യം തന്നെ ശരിയാണ് കണ്ടെത്തിയിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, ശരിയായിരുന്നു എങ്കിൽ പിന്നീട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആദ്യം ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തെറ്റായിരുന്നു. നേരത്തെ ഈ അരിസ്റ്റോട്ടിൽ തന്നെ ആദ്യം ഇദ്ദേഹത്തെ ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട്, ശാസ്ത്രത്തിൻ്റെ മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളും ആധികാരികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതൊക്കെ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഭൂമി പരന്നതാണെന്നാണ്. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം നോക്കിയപ്പോൾ അതിവിശാലമായിട്ട് കിടക്കുന്ന ഭൂമി, അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ പരന്നതാണ്. അതിനുശേഷം വർഷങ്ങൾ ശേഷിച്ചാണ് ഫ്രെഡറിക് മെഗല്ലൻ എന്ന് പറയുന്ന ആള് ഒരു വോയേജ് അല്ലെങ്കിൽ ഷിപ്പിൽ ഒരു കപ്പൽ യാത്ര നടത്തി. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് പറഞ്ഞ ഭൂമി ഉരുണ്ടതാണ്. അപ്പോഴാണ് ആളുകൾ, പക്ഷെ എന്നിട്ട് ആ സമയത്ത് വിശ്വസിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷനെ അനുകൂലിച്ചു, ഒരുപാട് ആൾക്കാർ പ്രതികൂലിച്ചു. അതിനുശേഷമാണ് ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നത്. അദ്ദേഹവും 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് വന്നത്. പക്ഷെ അതും എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. ഈ പോരായ്മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ പച്ച നിറമില്ലാത്ത സസ്യങ്ങളോ ജന്തുക്കളോ അല്ലെങ്കിൽ ട്രോഫിക് ആയിട്ടുള്ള ആനിമൽസിനെയോ അല്ലെങ്കിൽ വളരെ ലോവർ ഫോംസ് ആയിട്ടുള്ള ഓർഗാനിസത്തെയോ ഇതിനൊന്നും തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഈ ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ പോരായ്മ എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ RH വിറ്റേക്കർ എന്ന് പറയുന്ന ബയോളജിസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്തു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻ 1969 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 969 കാലഘട്ടം. ഈ 969 എന്ന് പറയുന്ന വർഷത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. 969 പ്രത്യേകതയാണ്. ഇതുപോലെ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പോൾ അതനുസരിച്ച് എത്രയായിട്ടാണ് അദ്ദേഹം ഹോൾ ഓർഗാനിസംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 കിങ്ഡം. ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, അടുത്തോ കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം ആനിമേലിയ, കിങ്ഡം പ്ലാന്റേ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ തിരിച്ചപ്പോൾ ഏകദേശം എല്ലാം
ഓർഗാനിസവും വന്നി. പക്ഷെ ഇതിനും ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്തെന്നത്, അടുത്തൊരു സയൻറ്റിസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്തത്, വീണ്ടും തിരിച്ചു. അതാണ് കാൾ വോയേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനില്ല കേട്ടോ. അത് പിന്നീട് ഹയർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ, ഹയർ ക്ലാസ് മീൻസ് സയൻസിൻ്റെ ബോട്ടണി തന്നെ നമ്മൾ BSc എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷൻ അവിടെ കോൾ വോയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയണം. നമ്മൾ ഈ 5 പക്ഷേ ഇതിൻ്റെയും ആ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 7 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെയും ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഉൾപ്പെടാത്ത ചില സാധനത്തിനടുത്ത് അവിടെ ക്ലാസിഫൈ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, ആനിമേലിയ, പ്ലാന്റേ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇനി നമ്മൾക്ക് എന്ത് വേണം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ റോബർട്ട് എച്ച് വിറ്റേക്കർ, ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ. ഇതാണെന്ത്, നമ്മളുടെ ഫസ്റ്റ് കിങ്ഡം മൊണീറ. എന്താണ് ഈ കിങ്ഡം മൊണീറയുടെ പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞത്? ദേ ആർ ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. Then they are unicellular. Then they are prokaryotic. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതാണ് കിങ്ഡം മൊണീറയുടെ പ്രത്യേകത. ഇതാണ് ദേ ആർ ഓട്ടോട്രോഫിക്കോ ഹെറ്ററോട്രോഫിക്. ഇത് വേണമെങ്കിൽ ഇതിന് ശേഷം നമുക്ക് പറയാം. എന്താണ് യൂണിസെല്ലുലാർ? ഓൺലി 1 സെൽ, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അവർക്ക് ഒറ്റ സെല്ലേ ഉള്ളെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, മൈക്രോസ്കോപ്പിക് ആയിരിക്കും അല്ലേ? മൈക്രോസ്കോപ്പിക് ആണ്. പക്ഷേ ഒറ്റ സെല്ലുള്ളതോ മൈക്രോസ്കോപ്പിക് അല്ലാത്തതും ഉണ്ട് വലുത്. നമ്മൾ ഫുൾ കോഴി എന്ന് പറയല്ലോ, മുട്ട ഒറ്റ സെല്ല, മുട്ടയുടെ ഒരു ഒറ്റ സെല്ലാണ്. ആ ഒറ്റ സെല്ലെന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ളതാണ്. പക്ഷെ അത് ഹയർ ഫോംസ് ഓഫ് ആനിമൽസിൻ്റെ എന്താണ് റീപ്രൊഡക്റ്റീവ് ഒരു മെത്തേഡാണ്, ലെയിങ് എഗ്സ് എന്ന് പറയാം. അത് സുവോളജിയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ യൂണി സെല്ലുലാർ ആണ്, ഇതാണ് ഒറ്റ സെല്ലേ ഉള്ളപ്പോൾ എന്താണ് അതിനടുത്ത് എന്താണ്, ദേ ആർ പ്രോകാരിയോട്ടിക്. എന്താ പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഈസ് ആബ്സെൻറ്റ്. സോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഏകദേശം റോബർട്ട് ബ്രൗൺ ഡിസ്കവർ ചെയ്ത, റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അത് പിന്നെ കണ്ടെത്തിയ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇത്. ഒരു സെൽ ഓർഗനലെയാണ്. നമ്മൾ സെൽ സൈറ്റോളജിയിൽ അതിൻ്റെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ഒട്ടുമിക്ക കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നു, നമ്മളുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫീച്ചറിനെയും ഏകദേശം മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ആൻഡ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ഓൾമോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. ആനിമൽ സെല്ല് മാത്രമാണ് ഏകദേശം സെൻറ്ററിലേക്ക് വരിക. പ്ലാന്റ് സെല്ലിലേക്ക് വരുമ്പോൾ അത് ലാർജ് വാക്യൂള് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം കേട്ടോ. ഇത് ഒരു ആനിമൽ സെല്ലിൻ്റെ സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കും. അതേസമയം പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഏകദേശം ഇത് സൈഡിലേക്ക് മാറും, ഈ ഒരു ഭാഗത്തായിട്ട് വരും. കാരണം ഇവിടെ ഒരു ലാർജ് വാക്യൂൾ, ഒരു സെൻട്രലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര വലിയൊരു വാക്യൂൾ എന്ന് പറയും. അപ്പോൾ അതാണത് പ്ലാന്റ് സെല്ലുള്ളത്. പക്ഷേ ഈ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത ദിസ് വിൽ കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ജനറ്റിക് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത സാധാരണ എന്താണ്, ഈ ന്യൂക്ലിയസ് ഡബിൾ ലെയർഡ് മെംബ്രെയിനാണ് കവർ ചെയ്തിരിക്കുന്നു. 2 ലെയറുള്ള മെംബ്രെയിൻ. 2 ലെയറുള്ള മെംബ്രെയിൻ കണ്ടിന്യൂസ് അല്ല, അതിനിടയ്ക്ക് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ എന്നൊക്കെ പറയും, മനസ്സിലായോ? അപ്പോൾ അത് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള, ന്യൂക്ലിയസ് മാത്രമല്ല കേട്ടോ, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, സെൽ ഓർഗനൽസ് ഒരുപാടുണ്ട്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയും, മനസ്സിലായോ? പിന്നെന്താണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം തന്നെ മെംബ്രെയിൻ ബൗണ്ടാണ്. ഇതിനെ പൊതിഞ്ഞ് വേറൊരു കവറിങ് ഉണ്ട്,
അതിനാണ് മെമ്പറൈൻ ബൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം തന്നെ എവിടെ ആബ്സെൻ്റാ? പ്രോകാരിയോട്ടിക് സെൽസിന് ആബ്സെൻ്റ് ആണ്. പക്ഷെ മറ്റൊരു കാര്യം, ഈ ന്യൂക്ലിയസിൻ്റെ കവറിങ് ഇല്ല എന്നേ ഉള്ളൂ. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നതാണ് ജനറ്റിക് മെറ്റീരിയൽ. ഇതാണ് നമ്മളുടെ ക്യാരക്ടറിനെ വഹിക്കുക. നമ്മൾ ജനിതകം എന്ന് പറയാറില്ലേ, അവൻ്റെ സ്വഭാവം, അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ആ സ്വഭാവ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ന്യൂക്ലിയസ് ഡിവിഷൻ നടക്കുന്ന സമയത്തും ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ഇത് ഈ ജനറ്റിക് മെറ്റീരിയൽ എവിടെയുണ്ട്? സെല്ലിൻ്റെ ഉള്ളിലുണ്ട്, ഈ ബാക്ടീരിയൽ സെൽ. കാരണം അവിടെ DNA പ്രസൻ്റ് ആണ്. മനസ്സിലായി? അപ്പോൾ ആ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ ആ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആബ്സെൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ആ സെല്ലങ്ങിങ്ങായിട്ട് ചിതറി കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള സെല്ലുകളെ വിളിക്കുന്നവരാണ് പ്രോകാരിയോട്ട്. അപ്പോൾ എന്താണ്? കിങ്ഡം മൊണീറ യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്ടിക് ആണ്. ഇത് ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. അവർക്ക് അവരുടെ തന്നെ ഫുഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓട്ടോട്രോഫിക് എന്ന് പറയും. ഇനി ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാലോ, അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റാത്തതാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇതാണ് ജനറൽ ആയിട്ടുള്ള കാര്യം. ഇനി ഈ കിങ്ഡം മൊണീറ വിച്ച് ഈസ് ഇൻക്ലൂഡഡ്, അതർവൈസ് ഇറ്റ് ഈസ് ടെംപ്ഡ് ആസ് എന്താണ്? ബാക്ടീരിയ എന്ന് പറയും. ബാക്ടീരിയ ഉൾപ്പെടുന്നതാണ് കിങ്ഡം മൊണീറ. ബാക്ടീരിയ പറ്റുന്നതെന്ന് അറിയാമോ? ദിസ് ആർ ദ പ്രിമിറ്റീവ് ഓർ ഏൻഷ്യന്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. മനുഷ്യനിൽ മനുഷ്യനൊക്കെ ഒറിജിനേറ്റ് ചെയ്തിട്ട് കുറച്ച് കോടി വർഷങ്ങളായുള്ളൂ. മനസ്സിലായോ? പക്ഷെ അതിനു മുന്നേ ഭൂമിയിൽ ജീവൻ ഉൾപ്പെടുന്നത്, അതിൻ്റെ ജീവൻ ആരംഭിക്കുന്നത് ഈ പ്രോകാരിയോട്ടിക് സെല്ലുകളായിട്ടാണ്. അപ്പോൾ അത് എന്ന് പറയുന്ന ആരാണ്? ഈ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ഈ കിങ്ഡം മൊണീറയെ നമുക്ക് പഠിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താണെന്ന് അറിയാമോ? 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തിനെ വിളിക്കുന്ന പേരാണ് ആർക്കി ബാക്ടീരിയ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഈ ടേമുകളൊക്കെ നമുക്ക് പുതിയതായിരിക്കും. ആർക്കി ബാക്ടീരിയ. കാരണം എന്താണ്? ബാക്ടീരിയ ഉൾപ്പെടുന്നതാണ് കിങ്ഡം മൊണീറ. മനസ്സിലായോ? അപ്പോൾ എന്താണ്? ഒന്നാമത്താണ് ഇത് ആർക്കി ബാക്ടീരിയ. രണ്ടാമത്തെ എന്താണ്? യു ബാക്ടീരിയ. നല്ല പേരല്ലേ, ആർക്കി ബാക്ടീരിയ. അടുത്തെന്താണ്? യു ബാക്ടീരിയ. മൂന്നാമത്തതോ? മൈക്കോ പ്ലാസ്മ. അത് നല്ല പേരാണല്ലോ അല്ലേ? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇനി ഇതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം. ഒന്നാമതാണ് ഇത് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്താണെന്നറിയാമോ? ഇവര് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. പ്രിമിറ്റീവ് ഓർ ഏൻഷ്യന്റ്. പ്രിമിറ്റീവ് ആണ്, പുറമേ ഏറ്റവും പണ്ട് കാലത്ത് കാണപ്പെട്ടിരുന്നതാണ്. പിന്നെന്താണ്? അപ്പോൾ തന്നെ ഏൻഷ്യന്റ് നമുക്ക് അതിൻ്റെ മറ്റൊരു ടേം വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. പ്രിമിറ്റീവ് ആദ്യമായിട്ട് ഫോം ചെയ്തതാണ്. ഇനി ഈ ആർക്കി ബാക്ടീരിയയുടെ പ്രത്യേകത, ഇവരെ നമുക്ക് 3 വീണ്ടും തിരിക്കാം. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തതാണ് എന്ത്? ഹാലോഫൈൽസ്. രണ്ടാമത്തതാണ് തെർമോ അസിഡോഫൈൽസ്. മൂന്നാമത്തതാണ് മെത്തനോ ജെൻസ്. നോക്കിക്കേ എന്തൊക്കെയാ പേര്, നല്ല പേരാണ് അല്ലേ? ഹാലോഫൈൽസ്, thermoacidophiles and methanogens, and these type of organisms are found in extreme condition. ഞാൻ പറഞ്ഞതാണ് എക്സ്ട്രീം കണ്ടീഷൻ. എന്താണ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ? ഏറ്റവും അധികം നമ്മളെ നോർമൽ ലൈഫ് പോസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ
കാണപ്പെടുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയംസ് ആണെന്ത് ഈ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? നോർമൽ ലൈഫ് പോസിബിൾ. ഇപ്പം നമ്മളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി, 36.9, 37 നമ്മൾ നോർമലായിട്ട് കവർ ചെയ്ത് പറയും. ഇനി നമ്മൾക്ക് താമസിക്കാൻ പറ്റുന്നത് എന്താണ്? ഏകദേശം ഒരു 50 സെൻറ്റിഗ്രേഡ് വരെയൊക്കെ നമുക്ക് നോർമലായിട്ട് താമസിക്കാം. അതിന് കൂടുതലാണെങ്കിൽ അബ്നോർമലാവും. താമസിക്കാം, പക്ഷേ നോർമലായിട്ടുള്ള സാധാരണഗതിയിലുള്ള ടെമ്പറേച്ചറിലല്ല. നമ്മളാണെങ്കിൽ പോലും ഒരു 30-35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ചൂടെന്ന് പറയും. നേരെ മറിച്ച് ഒരു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് അല്ലെങ്കിൽ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ടെമ്പറേച്ചർ പോയെന്ന് ഭയങ്കര തണുപ്പെന്ന് പറയും അല്ലേ? കാരണം നമുക്കതൊരു മോഡറേറ്റ് ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇത്? എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ നോർമൽ ലൈഫ് പോസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ വളരുന്നവരാണ് ഇത് ആർക്കി ബാക്ടീരിയ എന്ന് പറയാം. അപ്പോൾ ഇത് പ്രിമിറ്റീവ് ആണ്. ഇനി എന്താണ് ഈ സാധനം നോക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പക്ഷേ ഇത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തില്ല. അതാണ് ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഹാലോഫൈൽസ്? എന്താ ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ? ഹാലോ മീൻസ് ദിസ് സംതിങ് റിലേറ്റഡ് ടു സോൾട്ട്, ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. അതാണ് ഹലോ സോൾട്ടി. അപ്പോൾ എന്തായിരിക്കും? സോൾട്ടി ആയിട്ടുള്ള കണ്ടീഷനിൽ വളരുന്നു. സോൾട്ടി എന്ന് പറയുമ്പോൾ നോർമൽ ലൈഫ് പോസിബിൾ ആണോ? ഇല്ല. ഉപ്പ് കൂടിയെന്ന് നമുക്ക് പ്രഷർ കൂടും അല്ലേ? മർദ്ദം കൂടും. എന്താ ഉപ്പിൻ്റെ പ്രത്യേകത? ശരീരത്തിൽ ഉപ്പ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമുക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ വരുന്ന സമയത്ത് കൂടുതലുള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വാട്ടർ മൂവ് ചെയ്യും. ശരീരത്തിൽ ഉപ്പ് കൂടിയാലുള്ള സംരക്ഷണമാണ് എന്താ? നമ്മളുടെ ബ്ലഡ് വെസൽസ് അല്ലേ, രക്തക്കുഴല്. അപ്പോൾ രക്തക്കുഴലിൻ്റെ വശങ്ങളിലേക്ക് ധാരാളം എന്തുണ്ട്? വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ അംശമുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റും? ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈ വാട്ടർ കണ്ടന്റ് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം മൂവ് ചെയ്യും. അപ്പോഴാണ് എന്ത്? രക്തക്കുഴൽ കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകും. അപ്പോഴാണ് നമുക്ക് പ്രഷർ കൂടുന്നത്. കാരണം ബ്ലഡിന് കൂടുതലായിട്ട് ഹാർട്ടിന് കൂടുതലായിട്ട് പ്രഷർ ചെലുത്തിയിട്ട് ബ്ലഡിനുള്ളിലേക്ക് കടത്തി വിടേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്താണ്? ഹാലോഫൈൽസ് മീൻ സോൾട്ടി മീഡിയം. സോൾട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് കൂടുതലുള്ള കണ്ടീഷനിൽ കാണപ്പെടുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയംസ്. ഇപ്പം ഞാൻ പറഞ്ഞു നോർമലായിട്ട് ഒറ്റ ജീവിയും കാണപ്പെടാത്ത ഒരു മീഡിയം ഉണ്ട് നമ്മളുടെ ഭൂമിയിൽ. ഇവിടെയെന്ന് പറയുമ്പോൾ ചാവുകടൽ, ഡെഡ് സീ എന്ന് പറയും. കാരണം അവിടുത്തെ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ അധികമാണ്, അത്രത്തോളം കൂടുതലാണ്. നമ്മുടെ കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലും അവിടെ കടൽ എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുക, ഓഷൻ എന്ന് പറയുന്ന എക്കോസിസ്റ്റത്തിൽ താമസിക്കുന്ന ജീവികളുണ്ട്. പക്ഷെ അതൊക്കെ മോഡറേറ്റ്, അവർക്ക് അത് സർവൈവ് ചെയ്യാം. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ ചാവുകടൽ എന്ന് പറയുന്ന സ്ഥലത്ത്, ഡെഡ് സീ എന്ന് പറയുന്ന അവിടെ ലൈഫേ ഇല്ല. കാരണം എന്താണ്? അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഉപ്പാണ്. മനസ്സിലാവും? കാരണം നമ്മളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും താഴ്ന്നു പോകാൻ പറ്റില്ല വെള്ളത്തിൽ. സാധാരണ നമ്മൾ മുങ്ങി കിടക്കാമല്ലോ, പക്ഷേ ഈ ചാവുകടൽ അങ്ങനെ പറ്റില്ല. കാരണം നേരെ പൊങ്ങി വരും. അതാണ് അവിടുത്തെ പ്രത്യേകത. മനസ്സിലായോ? അപ്പം എന്താണ്? ഹാലോഫൈൽസ് എന്ന് പറയുന്ന സോൾട്ടി ആയിട്ടുള്ള ഉപ്പ് കൂടുതലുള്ള കണ്ടീഷനിൽ കാണപ്പെടുന്നതാണ്. അടുത്ത നോക്കിയേ, തെർമോ അസിഡോഫൈൽസ്. ഇതിൽ തന്നെ ഉണ്ട് തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോ സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ പ്ലസ് അസിഡോ മീൻസ് എന്താണ്? ആസിഡ് കണ്ടീഷൻ. ടെമ്പറേച്ചറിലും അതോടൊപ്പം തന്നെ ആസിഡ് കണ്ടീഷനും കൂടുതലായിട്ട് കാണപ്പെടുന്ന ടൈപ്പിലുള്ള സ്ഥലത്ത്. മനസ്സിലായി? ഇപ്പം നമ്മൾ ഉഷ്ണജലപ്രവാഹങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഉഷ്ണജലപ്രവാഹങ്ങൾ, ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടലിലൊക്കെ ഉണ്ടാവുകയെ, കടലിലൊക്കെ സാധാരണ നോർമലായിട്ട് കാണപ്പെടുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ. അപ്പോൾ ഇതല്ലാതെ എന്താണ്? ഭയങ്കര ചൂടായിട്ടുള്ളൊരു മീഡിയം, ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ സ്ഥലത്ത് കാണപ്പെടുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണത് തെർമോ അസിഡോഫൈൽസ്. മനസ്സിലായോ? ഇതിനകത്ത് എന്താണ്? മെത്തനോജൻസ്. ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്രത്യേകത, ഇതിന് മീഥെയിൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മീഥെയിൻ ഗ്യാസ് എന്ന് പറയും. ഇതല്ലെങ്കിൽ ഇതെവിടെ കാണപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നൈട്രജനൊക്കെ ഫിക്സ് ചെയ്യും. നോർമലായിട്ട് ഇതിന് താമസിക്കാൻ പറ്റുന്ന നോർമൽ കണ്ടീഷനിൽ കാണപ്പെടുന്നതല്ല. അതല്ലെങ്കിൽ ഇവര് റൂമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂമിനൻസ് കേട്ടിട്ടുണ്ടോ?
റീമിനൻസ് എന്ന് പറഞ്ഞാൽ അയവെട്ടുന്ന ജീവികൾ, അയവെട്ടുക, അങ്ങനത്തെ പ്രോസസ്സ് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് സുവോളജി വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. റീമിനൻസ് എന്താണ്? റീമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഹെർബിവോറുകളായിട്ടുള്ള ആനിമൽസ് എന്ത് ചെയ്യുന്നു? അവർ ആഹാരം കഴിക്കുന്ന കണ്ടില്ല, പുല്ല് തിന്നുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ചവച്ച് കഴിയാവുന്നത്ര മാക്സിമം സ്പീഡിൽ മാക്സിമം ഫുഡ് ഉള്ളിലേക്ക് എടുക്കും അല്ലേ. അതിനുശേഷം അവർ വിശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? അവര് അവിടെ ഇങ്ങനെ നടന്നതിന് ശേഷം എന്ത് ചെയ്യും? പിന്നീട് ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട്, എന്നാണ് അങ്ങനെയാണ്, ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് വായിലേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വായിലേക്ക് വന്നിട്ട് വീണ്ടും ചവയ്ക്കും, എന്നിട്ട് വീണ്ടും ഇറക്കും. നമ്മളങ്ങനെയാണോ? നമ്മളങ്ങനെയല്ല. നമുക്ക് അങ്ങനെയുള്ള, കാരണം എന്തിനാണ് അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നടത്തുക? കാരണം അവരുടെ ഫുഡ് എന്ന് പറയുന്നത് സെല്ലുലോസ് കണ്ടന്റ് ആണ്. പ്ലാന്റ് പാർട്ടുകളായതുകൊണ്ട് സെല്ലുലോസ് കണ്ടന്റ് ആയിരിക്കും, സെല്ലുലോസ് കൂടുതലുള്ള ഫുഡായിരിക്കും അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ സാധനം കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് നമുക്ക് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എന്താണ്? സെല്ലുലോസ് ഡൈജസ്റ്റഡ് ബാക്ടീരിയംസ് ഇല്ല. പക്ഷേ ഈ റൂമിനൻസിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. റൂമിനൻസിൻ്റെ സ്റ്റൊമക്കിന് 4 ചേംബറാണ് ഉള്ളത്. 2, 3, 4 സ്റ്റൊമക്ക്. റീമൻ, റെട്ടിക്കുലം, ഒമീസം ആൻഡ് അബോമീസം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഗട്ടിൽ, ഈ സ്റ്റൊമക്കിൽ താമസിക്കുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയംസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് മീഥേൻ ഗ്യാസ്. അതാണ് കൗഡങ്ങിൽ നിന്ന്, കൗഡങ് എന്നാണ് ചാണകം, ചാണകത്തിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ ആ ചാണകത്തിന് മീഥേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ മീഥേൻ ഗ്യാസ് നമുക്ക് എന്താണ്? നമുക്ക് പാചകത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റൂമിനൻസിൻ്റെ ഗട്ടിലൊക്കെ താമസിക്കുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണെന്ത്? മെത്തനോജൻസ് എന്ന് പറയാം. അപ്പോൾ ആരാണിത്? ഏതൊരു ബാക്ടീരിയയിൽ പെടുന്നതാണ്? ആർക്കി ബാക്ടീരിയയിൽ പെടുന്നതാണ്. ആർക്കി ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ഇവര് കാണപ്പെടുന്നത് പ്രിമിറ്റീവ് ആൻഡ് ഏൻഷ്യന്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയംസ് ആണ്. ഓർക്കുക, പ്രിമിറ്റീവ് ആണ്, പിന്നെ എന്താണ്? ഏൻഷ്യന്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. മനസ്സിലായോ? അപ്പോൾ വളരെ കാലങ്ങൾക്ക് മുന്നേ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് കാണപ്പെട്ടിരുന്ന ബാക്ടീരിയമാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇത് എക്സ്ട്രീം കണ്ടീഷനിൽ, എക്സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ലൈഫ് അല്ല, നോർമൽ ലൈഫ് പോസിബിൾ അല്ലാത്ത, ഇമ്പോസിബിൾ ആയിട്ടുള്ള സമയത്ത്, കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ താമസിക്കുന്ന ടൈപ്പ് ബാക്ടീരിയംസ് ആണ് എന്ത്? ഈ ആർക്കി ബാക്ടീരിയ. അവരെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ് എന്ന് പറയാം. ഇനി ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സോൾട്ടി ഏരിയാസിൽ കാണപ്പെടുന്നു. തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അസിഡിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. മെത്തനോജൻസ് മറ്റു പറഞ്ഞ ഇത് മാർഷി ഏരിയാസിൽ കാണുക എന്ന് പറയും. മാർഷി ഏരിയാസ് എന്ന് പറയുന്നതാണ് ചതുപ്പ് നിലങ്ങളൊക്കെ ഇല്ലേ, അവിടെ നോർമൽ ലൈഫ് പോസിബിൾ ഒന്നുമല്ല. അവിടെ കാണപ്പെടുന്ന ടൈപ്പ് ബാക്ടീരിയംസ് ആണ് മെത്തനോജൻസ്. അതുമല്ലെങ്കിൽ എന്നാൽ റൂമിനൻസിൻ്റെ ഗട്ടിൽ, അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള ഒരു ഭാഗമാണ് ഗട്ട് എന്ന് പറയുക. അതൊക്കെ നമുക്ക് സുവോളജിയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആ ഗട്ടിൽ കാണുന്ന ടൈപ്പ് ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണത്? മെത്തനോജൻസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ എന്താണ്? ആർക്കി ബാക്ടീരിയ നമ്മൾ കഴിഞ്ഞു, ആർക്കി ബാക്ടീരിയയുടെ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് കുറച്ച് കൂടുതലുള്ളതാണ്. ഏതാണെന്നറിയാമോ? അടുത്ത ഏതാണ്? യു ബാക്ടീരിയ. യു ബാക്ടീരിയ എന്താ? യു ബാക്ടീരിയ പ്രത്യേകം എന്നറിയാമോ? ഈ ബാക്ടീരിയയെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ട്രൂ ബാക്ടീരിയ എന്ന് വിളിക്കും. ട്രൂ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ശരിയായ ടൈപ്പ് ബാക്ടീരിയ ആണ്, മറ്റേത് ഏൻഷ്യൻ്റ് ആണ്. അങ്ങനെയുള്ള ബാക്ടീരിയയെ പോലെ ഇരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഈ യു ബാക്ടീരിയ പ്രത്യേകതയാണെന്ത്? ഇവര് ശരിയായ ടൈപ്പ് ബാക്ടീരിയംസ് ആണ്. ശരിയായ ടൈപ്പ് ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണെന്ത്? യു ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ യു ബാക്ടീരിയയുടെ പ്രത്യേകത, ഇവരെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്നാമതാണ് ഇത്, അത് ബാക്ടീരിയ തന്നെ. മനസ്സിലായോ? ഇനി അടുത്തതോ? സയനോ ബാക്ടീരിയ.
യു ബാക്ടീരിയയെ രണ്ടായിട്ട് നമുക്ക് വീണ്ടും തിരിക്കാം. ഏതൊക്കെയാണ്? ബാക്ടീരിയ എന്ന് പറയുന്നു, അതുമല്ലെങ്കിൽ അടുത്തതെന്നാണ് സയാനോ ബാക്ടീരിയ. മനസ്സിലായോ? ഇത് ഈ ബാക്ടീരിയക്ക് ഒരു അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്ന് പറയാമോ? ബാക്ടീരിയക്ക് ഒരു സെൽ വോളുണ്ട്, ഒരു സെല്ലിന്റെ ഒരു അഡീഷണൽ കവറിങ് ഒക്കെ ഉണ്ടാകും. അതാണെന്ത്? ബാക്ടീരിയ എടുത്ത്. അതെല്ലാം തന്നെ എവിടെയുണ്ടോ? ഈ യു ബാക്ടീരിയക്ക് ഉണ്ട്. മറ്റേ ബാക്ടീരിയ നമ്മൾ ആദ്യം പറഞ്ഞ ബാക്ടീരിയക്ക് ഈ സാധനങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉണ്ട്. അവിടെ എന്താണ്? ബാക്ടീരിയ, സയനോ ബാക്ടീരിയ എന്ന് പറയും. ഇനി ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചർ അനുസരിച്ച്, അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഈ ബാക്ടീരിയംസിനെ നമുക്ക് വീണ്ടും തിരിക്കാം. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ വിളിക്കുന്ന പേരാണ് കോക്കോസ്. കുക്കീസ് അല്ല, കോക്കോസ്. ഇതാണ് കോക്കോസ്. രണ്ടാമത്തെ ഒന്നാണ് ബാസില്ലസ്. മൂന്നാമത്തെ വിളിക്കുന്ന പേരാണ് വിബ്രിയോ. നാലാമത്തെ വിളിക്കുന്ന പേരാണ് സ്പൈറില്ലം. നല്ല പേരാണ് അല്ലേ? കോക്കോസ്, ബാസില്ലസ്, വിബ്രിയോ ആൻഡ് സ്പൈറില്ലം, അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പ് എന്ന് പറയാം. സ്പൈറൽ ഷേപ്പ്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ മീനിങ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇതെവിടെയാണ് വരുന്നത്? യു ബാക്ടീരിയയിൽ പെടുന്ന ട്രൂ ബാക്ടീരിയയുടെ ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണിത്. മനസ്സിലായോ? അപ്പോൾ എന്താണ്? കോക്കോസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബാക്ടീരിയ ആയിരിക്കും? റൗണ്ട് ഷേപ്പ് ബാക്ടീരിയ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? വട്ടത്തിൽ കാണും ഇങ്ങനെ. മനസ്സിലായോ? ഈ റൗണ്ട് ഷേപ്പിലുള്ള ബാക്ടീരിയംസ് ഇതിനുള്ള പ്രത്യേകത തന്നെ. ഇത് എണ്ണത്തിനനുസരിച്ച് ഈ ബാക്ടീരിയംസിനെ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ബാക്ടീരിയംസിനെ നമുക്ക് വീണ്ടും തിരിക്കാം. ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒക്കെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും വളരെ കുഴപ്പമാണ്. കാരണം എന്താ പറയുമോ? ഒരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒരു 5 പിരിവുകൾ കാണും. എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ടേമുകളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. അതിനെന്താ മാർഗം? ആവർത്തിച്ച് വാങ്ങിയെങ്കിൽ ഇത് കുഴപ്പമില്ല. കാരണം നമുക്ക് നേരത്തെ ഈ 10ാം ക്ലാസ് വരെയുള്ള കാര്യത്തൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സബ്ജക്റ്റീവ് എന്ന് പറയും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അല്ലേ? സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോസിന്തസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്നു, ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മിനറൽസ്, സൺലൈറ്റ് ഇതെല്ലാം വേണം, ക്ലോറോപ്ലാസ്റ്റ് വേണം, അത്രയും മതി. അതാണ് സബ്ജക്റ്റീവ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നു. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോസിന്തസിന് ആവശ്യം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഏതാണ്? ഓക്സിജൻ, വാട്ടർ, ഗ്ലൂക്കോസ്. അതാണ് ഒബ്ജക്റ്റീവ്. മനസ്സിലായ? അതുപോലെ തന്നെ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഒരുപാട് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് ആർക്കി ബാക്ടീരിയ പഠിച്ചപ്പോൾ തന്നെ അവിടെ 3 ഡിവിഷൻസ് വന്നു. ഏതായിരുന്നു? ഒന്നാമത്തത് പഠിച്ചത് ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ്, മെത്തനോജൻസ് അല്ലേ? ഇനി ഇവിടെ എന്താ പഠിച്ചത്? ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ വന്നപ്പോൾ അവിടെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. ബാക്ടീരിയംസ് എന്ന് സയനോ ബാക്ടീരിയ എന്ന് തിരിച്ചു. സയനോ ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറയുന്നതാണ് നമ്മൾ ട്രൂ ബാക്ടീരിയ എന്ന് പറയുന്നത്. കാരണം ബാക്ടീരിയ എന്ന് പറയുന്നതിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സും വരുന്നതാണെന്ന് ഈ പറയുന്ന ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ബാക്ടീരിയ നമുക്ക് തിരിക്കാൻ പറ്റുന്നത് 4ആയിട്ടാണ്. മനസ്സിലായി? അപ്പോൾ ഈ ഒരു ടേം പറഞ്ഞപ്പോൾ തന്നെ 4 വന്നു. പിന്നെ ഇത് പറയുമ്പോൾ വീണ്ടും തിരിക്കും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ കോക്കോസ് എന്ന് പറഞ്ഞത് ഏത് ടൈപ്പാണ്? റൗണ്ട് ഷേപ്പ് ഉള്ളതാണ്. ഇനിയും എന്താണെന്ന് അറിയാമോ? ഈ റൗണ്ട് ഷേപ്പുള്ള കോക്കോസിന് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നതനുസരിച്ച് നമുക്ക് വീണ്ടും തിരിക്കണം. കുഴപ്പമാവോ? ഇല്ല, കുഴപ്പമാകരുത് കേട്ടാ. കോക്കോസ് എന്ന് പറയുന്ന റൗണ്ട് ഷേപ്പ്. ഇനി റൗണ്ട് ഷേപ്പിലുള്ള കോക്കോസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ടാണ് എങ്കിൽ, ഒറ്റയ്ക്കാണ് എങ്കിൽ ഈ കോക്കോസ് ഷേപ്പ് ബാക്ടീരിയ വിളിക്കുന്ന മരുന്നെന്നറിയാമോ? മോണോകോക്കസ്. എന്താണ്?
സിംഗിൾ, ഒറ്റ ബാക്ടീരിയ സിംഗിളായിട്ട് മാത്രം ഇങ്ങനെ കാണും. അതിനെ വിളിക്കുന്ന പേരാണിത് മോണോ. ഈ കോക്കസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കോക്കസ് എന്ന് പറഞ്ഞാലും കോക്കൈ എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ മീനിങ് ആണ്. രണ്ടും ഒരേ സംഭവം തന്നെ. ഇവിടെ എന്താണെന്ന് അറിയാമോ? സിംഗുലർ പ്ലൂറൽ ആണ്. കോക്കോസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ഏകവചനം. കൊക്കൈ എന്ന് പറഞ്ഞാലോ പ്ലൂറൽ. മനസ്സിലായോ? സിംഗുലർ ആൻഡ് പ്ലൂറൽ വരും. അപ്പൊ എന്താണ്? റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണെന്ത്? കോക്കോസ് എന്ന് പറയുന്നു. കോക്കോസ് എന്താണ്? ഒറ്റ സിംഗിളായിട്ട് മാത്രമാണ് കാണുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മോണോ കോക്കസ് എന്ന് വിളിക്കുന്നു. ഇനി ഒന്നിലധികമുണ്ട് എങ്കിൽ, രണ്ടെണ്ണമാണെങ്കിൽ അതിനെ വിളിക്കുന്നതെന്ന് പറയാമോ? ഡിപ്ലോകോക്കസ്. ഒന്നിലധികം ഉള്ളതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിപ്ലോകോക്കസ്. ഇനി ഒന്നിലധികമുള്ള ഈ കോക്കോസ് ബാക്ടീരിയ ഒരു കോളനി ആയിട്ടാണ് കാണുന്നത് എങ്കിൽ, നോക്കിയേ, ഇതിങ്ങനെ കാണും. കോളനി എന്താണെന്ന് അറിയാമോ? കോളനി കൂട്ടമായിട്ട് കാണുക. മനസ്സിലായോ? അതിനെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സ്റ്റെഫൈലോകോക്കസ്. സ്റ്റെഫൈലോകോക്കസ്. ഇനി വേറൊരു പ്രത്യേകത എന്താണ്? ഈ കോളനി ആയിട്ട് കാണപ്പെടുന്ന ഈ ബാക്ടീരിയംസിനെ ലീനിയർ മോഡലിൽ, ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഒരു ലൈനായിട്ട് കാണും, ചെയിനായിട്ട് കാണാം. എങ്ങനെയാണ്? ഇതിങ്ങനെ. ഹലോ, ഇങ്ങനെയാണ് കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, എത്രയായിട്ട് തിരിച്ചു നമ്മള്? മോണോകോക്കസ്, ഡിപ്ലോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോ. ഈ ഒരു ഭാഗം ഓർത്തിരുന്നാൽ മതി. മോണോ, ഡിപ്ലോ, സ്റ്റെഫൈലോ, സ്ട്രെപ്റ്റോ. ഇപ്പൊ എന്താണ്? മോണോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം. കോക്കസ് ബാക്ടീരിയ ഏത് ടൈപ്പിലുള്ളതാണെന്ന് നോക്കുക? വട്ടത്തിലുള്ളതായിരിക്കും. അത് വട്ടത്തിൽ മാത്രം ഇരിക്കുന്ന ഇങ്ങനെ ഒരെണ്ണം മാത്രമായിട്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത്തരത്തിലുള്ള ബാക്ടീരിയ വിളിക്കുന്നവരാണ് മോണോകോക്കസ്. ഇനി ഒന്നിലധികമുള്ള സെൽ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ഡിപ്ലോകോക്കസ്. ഡിപ്ലോ മീൻസ് 2. അത് തന്നെ ഒരു കോളനി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, കൂട്ടമായിട്ടിരിക്കുന്ന ടൈപ്പ് ബാക്ടീരിയ ആണെങ്കിൽ അതിനെ വിളിക്കും സ്റ്റെഫൈലോകോക്കസ്. നല്ല പേരല്ലേ? നല്ല പേര് പറയാനൊക്കെ ഗാംഭീര്യമുള്ള പേരല്ലേ? സ്റ്റെഫൈലോകോക്കസ് അല്ലേ? അടുത്തെന്താണ്? ഇതേ ടൈപ്പ് ബാക്ടീരിയംസ് തന്നെ ഒരു ലീനിയർ എന്ന് പറഞ്ഞാൽ ലൈനായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. പറഞ്ഞ മനസ്സിലായോ? അടുത്തത് നോക്കിയേ, ബാസില്ലസ്. ബാസില്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് റോഡ് ഷേപ്ഡ് ആണ്. ഇനിയിപ്പോൾ റൗണ്ട് മാറി ഇപ്പം എന്താ? റോഡായെന്ന് പറയും. റോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ പരന്ന് നിൽക്കുന്നു, അങ്ങനെ ഈ ടൈപ്പിലുള്ള ബാക്ടീരിയംസ് ആണ്. അപ്പോൾ ഒരു കാര്യം ഓർക്ക്, ഇതിങ്ങനെ വട്ടത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടത്തിലുള്ള ബാക്ടീരിയ ബോൾ എടുത്തെറിയാൻ പറ്റുമോ? ഇല്ല. പവർഫുൾ മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. കാരണം അതോർക്ക് ഇത് യൂണിസെല്ലുലാറാണ്, മൈക്രോസ്കോപ്പിക് ആണ്, പ്രോകാരിയോട്ടാണ്. അപ്പോൾ അത്രയും ചെറിയ ബാക്ടീരിയംസ് ആണ് സാധനം ഇത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയംസ് ആണ് ഈ സാധനങ്ങൾ. അതോടൊപ്പം തന്നെ എന്താണ്? ഇവർക്കും ഇതിന്റെ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ തിരിക്കാം. മോണോബാസില്ലസ്. ഇപ്പൊ എന്തായിരിക്കും മോണോബാസില്ലസ്? റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ ഒറ്റ ഒരെണ്ണമാണെങ്കിൽ, സിംഗിൾ ആയിട്ട് മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മോണോബാസില്ലസ്. അടുത്തെന്താണ്? ഡിപ്ലോബാസില്ലസ്. എന്താ ഡിപ്ലോബാസില്ലസ് എന്ന് പറഞ്ഞപ്പോ? ഒന്നിലധികം, രണ്ടെണ്ണം കൂടി ചേർന്ന് നിൽക്കുന്നു. സ്റ്റെഫൈലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് തന്നെ ഒരു കോളനി ആയിട്ടിരിക്കുന്നു. അതാണ് സ്റ്റെഫൈലോ. ലീനിയർ മോഡലാണെങ്കിൽ എന്താ വിളിക്കുക? സ്ട്രെപ്റ്റോബാസില്ലസ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതാണെന്ത്? ബാക്ടീരിയയെ നമുക്ക് എന്തായിട്ട് തിരിക്കാൻ പറ്റുന്നത്? അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് തിരിക്കാൻ പറ്റുന്നതാണ് എന്ത്? കോക്കസ് ബാസില്ലസ്. ഇനി അടുത്തെന്താണ്? വിബ്രിയോ. വിബ്രിയോ എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ഇതാണ് ഇങ്ങനെ നിൽക്കും, കോമ പോലെ നിൽക്കും എന്ന് പറഞ്ഞാൽ, കോമ നമ്മൾ ഇങ്ങനെ അല്ലേ ഇടുക?
അതന്നെ കുറച്ചുകൂടെ നമ്മൾ പരിഷ്കരിച്ചിടുക. ഇത് ഈ ടൈപ്പിലുള്ള ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണെന്ത്? വിബ്രിയോ. മറ്റൊരു കാര്യം ഓർക്കുക കേട്ടോ, ഇത് ഈ കോമ എന്ന് പറയുന്നത് കറക്റ്റ് കോമ പോലെ നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശമൊക്കെ ആ പരുവത്തിലേക്ക് ഇരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ പഠിച്ച് എവിടെ ഇട്ടിരിക്കുന്നത്? ഈ പറയുന്ന വിബ്രിയോ. അപ്പോൾ വിബ്രിയോ എന്താണ്? കോമ ഷേപ്പ് ബാക്ടീരിയ. പറഞ്ഞു മനസ്സിലാവും? അതെന്താണ്? സ്പൈറൽ. സ്പൈറൽ എന്ന് പറയുന്നത് എന്താണ്? സ്പൈറൽ ബൈൻഡിങ് എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങനെ കാണുന്ന ഇങ്ങനെ കാണും. അതായത് സ്പൈറൽ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ? ഏകദേശം ഇത് തന്നെ. ഇത് രണ്ടും പറയാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ ചെന്ന് നോക്കിയിട്ട് സ്പൈഡൽ അങ്ങനെ സ്പ്രിങ് പോലെ ഇല്ലല്ലോ, എന്നിട്ട് സ്പൈറൽ ബൈൻഡിങ് അല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. ഏകദേശം ഏതാണ്ടൊക്കെ അതുപോലെ ഇരിക്കും. അതാണെന്ത്? സ്പൈറൽ ആകൃതിയിലുള്ള ബാക്ടീരിയംസ്. മനസ്സിലായോ? അപ്പോൾ അതാണെന്ത്? കോക്കസ്, ബാസില്ലസ്, വിബ്രിയോ, സ്പൈറൽ. അപ്പം ഇതിന് എന്തായിട്ടാണ് തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് തിരിക്കുന്നത്? ഇതാണെന്ത്? ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് തിരിക്കുന്നതാണ് സാധനം. മനസ്സിലായോ? അതാണെന്ത്? ബാക്ടീരിയയുടെ പ്രത്യേകത. ഇനി അടുത്ത് നമുക്ക് ഒരെണ്ണം പഠിക്കാനുണ്ട്. ഏതാണ്? സയനോ ബാക്ടീരിയ. സയനോ ബാക്ടീരിയയുടെ പ്രത്യേകത, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തെന്ന് അറിയാമോ? ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് വിളിക്കും. അപ്പോൾ ആരും ബാക്ടീരിയ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൽഗെ വന്നു എന്ന് വിചാരിക്കരുത്. ബ്ലൂ ഗ്രീൻ ആൽഗി, അതാണെന്ത്? സയനോ ബാക്ടീരിയയുടെ പ്രത്യേകത. ഈ സയനോ ബാക്ടീരിയ മോസ്റ്റ്ലി ദേ ആർ അക്വാട്ടിക് ഇൻ നേച്ചർ എന്ന് പറയും. അക്വാട്ടിക് എന്നാണ് ടെറസ്ട്രിയൽ അക്വാട്ടിക് എന്ന് പറയും. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ കരയിൽ കാണുന്നു. അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ കാണുന്ന ടൈപ്പ് ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണ് അക്വാട്ടിക്. അപ്പോൾ മോസ്റ്റ്ലി ദേ ആർ ഫൗണ്ട് ഇൻ അക്വാട്ടിക് മീഡിയം. അപ്പോൾ സയാനോ ബാക്ടീരിയ പറ്റി എന്താണ്? ഇത് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കും. ഇത് ഓട്ടോട്രോഫിക്കാണ്. മോസ്റ്റ്ലി ദേ ആർ ഓട്ടോട്രോഫിക് ഇൻ നേച്ചർ. അപ്പോൾ ഓട്ടോട്രോഫിക് എന്താണ്? ഇവർക്ക് എന്തുണ്ടാകും? ഫോട്ടോസിന്തസിസ് എന്നുള്ള കഴിവുണ്ട്. ഫോട്ടോസിന്തസിന് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവരെവിടെ കാണുന്നതായിരിക്കും? അവർക്ക് എന്തുണ്ടാകും? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും, ക്ലോറോഫിൽ എ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ആ ടൈപ്പിലുള്ള ബാക്ടീരിയംസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓട്ടോട്രോഫിക് ബാക്ടീരിയംസ് എന്ന് വിളിക്കും. ഇതും ഇതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇത് സിംഗിളായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ, നമ്മൾ പറഞ്ഞില്ല മോണോകോക്കസ് പോലെ, അതുപോലെ നിൽക്കുന്ന ഇതാണ് എന്നുണ്ടെങ്കിൽ എന്തറിയാമോ? അതിൻ്റെ എക്സാമ്പിൾ ആണെന്ത്? സ്പൈറുലേനിയ എന്ന് പറയും. സ്പൈറുലേനിയ അതാണെന്ത്? സിംഗിളായിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയംസ് ആണ്. ഇനി അടുത്തെന്താണ്? ഇത് ലീനിയർ മോഡലുള്ള സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഏതാണെന്ന് അറിയാമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോസ്റ്റോക്ക്, പറയുന്നുണ്ട് അനബീന. ആർക്കും ഇങ്ങനെ പേരിടാൻ പറ്റിയ പേരാ അല്ലേ? അനബീന. ബീന എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അനബീന ഒരു വെറൈറ്റിക്ക് അങ്ങനെ ഇട്ട് നോക്കാൻ പറയും. നോസ്റ്റോക്കും ഉണ്ട്, വേറെന്താണ്? അനബീനയുണ്ട്. ഇതെന്താണ്? ലീനിയർ മോഡലിലുള്ള ബാക്ടീരിയംസ് ആണ്. ഇനി അതുപോലെ കോളനി ആയിട്ട് കാണുന്ന നമ്മൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ബാക്ടീരിയംസിന് ഈ ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിൾ ഏതാണെന്ന് അറിയാമോ? ഓസിലറ്റോറിയ. ഏതൊക്കെയാണ്? ഒരുപാട് എക്സാമ്പിൾ പഠിച്ചു കേട്ടോ. സ്പൈറുലേനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിംഗിളായിട്ട് കാണപ്പെടുന്ന ടൈപ്പ് ബാക്ടീരിയംസ് ആണ് സ്പൈറുലേനിയ. അടുത്തെന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗയാണ് കേട്ടോ ഇത്, അല്ലെങ്കിൽ സയനോ ബാക്ടീരിയ എക്സാമ്പിൾ ആണ്. അടുത്തെന്താണ്? നോസ്റ്റോക്ക് ഓർ അനബിന. നോസ്റ്റോക്ക് എന്ന് പറയുന്ന ടൈപ്പ് ബാക്ടീരിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ലീനിയർ മോഡലിലാണ് കാണപ്പെടുന്നത്. അടുത്തെന്താണ്? ഓസിലറ്റോറിയ. അതൊരു ഗ്രൂപ്പായിട്ട് കാണുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയംസ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രം നമുക്ക് വിശദമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണപ്പെടുന്ന ഒരു ഡയഗ്രം ഉണ്ട്. ഏതാണ്? നോസ്റ്റോക്ക് എന്ന് പറയും. ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ്? സയനോ ബാക്ടീരിയത്തിൻ്റെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ സയനോ ബാക്ടീരിയത്തിന് എക്സാമ്പിൾ ആണെന്ന് പറയുമ്പോൾ എങ്ങനെ കാണുന്നതായിരിക്കും? ഇങ്ങനെ കാണുന്നതായിരിക്കും അല്ലേ? ലീനിയർ ടൈപ്പിലുള്ള ബാക്ടീരിയംസ് ആണ്. ഈ ബാക്ടീരിയ പ്രത്യേകത
ഇവിടെ ഇതിങ്ങനെ കുത്തിടണം കേട്ടോ. കുത്തിട്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സമയം പോകും, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു ബാക്ടീരിയ ആണ് ഇത് നോസ്റ്റോക്ക് എന്ന്. അപ്പോൾ ഇതെന്താണ്? ഇത് ഒന്നിലധികം ബാക്ടീരിയൽ സെല്ലുണ്ട് അല്ലേ? അതെന്താ? ഒരു ലീനിയർ മോഡലിൽ കാണപ്പെടുന്നു. ഇവിടെ മറ്റൊരു കാര്യം നോക്കി, ഇത് സാധനം വരച്ചപ്പോൾ 2 സെല്ല് ബാക്കിയുള്ളതിനൊക്കെ കുറച്ചുകൂടെ നീട്ടമുള്ളതുണ്ട് അല്ലേ? അല്ലേ? അപ്പോൾ എന്തെന്നറിയാമോ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ഭാഗത്തെ ഒരു ടൈപ്പുള്ള സെല്ലുകളുണ്ട്. ഇനി അതോടൊപ്പം അതല്ലെങ്കിൽ വേറൊരു കാര്യം പറയണം, അത് പറഞ്ഞിട്ട് വേണം അത് പറയാൻ. അപ്പം എന്താണ്? ഈ ബാക്ടീരിയ ഇങ്ങനെയൊക്കെ ലീനിയർ ആയിട്ട് നിൽക്കുന്നു എങ്കിൽ അതിനെ അടുത്തടുത്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനൊരു കവറിങ് ഉണ്ട്. ഇതേ അഡീഷണൽ ആയിട്ടുള്ള ഈ കവറിങ്. ഈ കവറിങ് നമ്മുടെ പേര് പറയുന്നതെന്ന് പറയുമ്പോൾ മ്യൂസിലാജിനസ് കവറിങ് എന്ന് പറയും. മ്യൂസിലാജിനസ് അല്ലെങ്കിൽ ജെലാറ്റിനസ് എന്നൊക്കെ പറയാം. ജെലാറ്റിനസ് എന്താണെന്ന് അറിയാമോ? ഈ സാധനത്തിന് പ്രത്യേകത ഇതൊരു വഴുവഴുപ്പുള്ള ഒരു മീഡിയമാണ്. വഴുവഴുപ്പുള്ള എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ വഴുവഴുത്തത് ഇപ്പോൾ നോർമലി വെള്ളം പോലെ നിൽക്കുന്നതല്ല, പക്ഷെ കയ്യിലൊക്കെ പറ്റുന്ന പോലെ ആണതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നോസ്റ്റോക്കിൽ ഈ മ്യൂസിലാജിനസ് കവറിങ്ങിൻ്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഹെൽപ്പ് ദിസ് ബാക്ടീരിയ ഫ്രം ഡെഹിസൻസ്. ഒരു പുതിയ പേരിട്ടാമാണ് കേട്ടോ, ഡെഹിസൻസ്. ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങി പോവുക, പൊട്ടിപ്പോവാന്നൊക്കെ പറയില്ല. അപ്പൊ പ്രിവെന്റ് ചെയ്യുന്ന എന്തിനെ? ഈ വരണ്ട് ഉണങ്ങിപ്പോവാതെ പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേര് ഡെഹിസൻസ് എന്ന് പറയാം. നോസ്റ്റോക്കിനെ ഡെഹിസൻസിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണെന്ത് ഈ മ്യൂസിലാജിനസ് കവറിങ് ഉള്ളത്. മനസ്സിലായോ? ഇനി മറ്റൊരു പ്രത്യേകത, വളരെ അഡീഷണൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഇത് ഈ ഒരു ടൈപ്പ് സെല്ല്. മനസ്സിലായോ? ഈ 2 സെല്ലിനെ വിളിക്കുന്ന പേരെന്തെന്ന് അറിയാമോ? ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും. ഹെറ്ററോസിസ്റ്റ്. എന്താ ഹെറ്ററോസിസ്റ്റിന്റെ പ്രത്യേകത? ഈ ഭാഗമാണെന്ത് നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നൈട്രജൻ ഫിക്സേഷൻ ഇല്ലേ? നൈട്രജൻ ഫിക്സേഷൻ ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് നമ്മൾ ചില ബാക്ടീരിയത്തിൻ്റെ ഒക്കെ പ്രത്യേകതയുണ്ട്. അത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ടൈപ്പ് ബാക്ടീരിയംസ് എന്ന് പറയുന്നത് അത് നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്നതാണെന്ന് പറയും. അപ്പോൾ ഈ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത, ആ ഭാഗമാണെന്ന് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സ് ചെയ്യുക? എവിടെയെങ്കിലും ഉറപ്പിച്ചു നിർത്തുന്നതാണോ? അല്ല. ഇതാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ, നമ്മളുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 70% എന്താണ്? 70% നൈട്രജനാണ്. ബാക്കിയുള്ള 29% എന്ന് പറയുന്നത് ഓക്സിജൻ. ബാക്കി 1% ഉള്ളൂ അതർ ഗ്യാസുകൾ. പക്ഷെ മറ്റൊരു കാര്യം, 70% നൈട്രജൻ ആണ് എങ്കിലും പ്ലാന്റ്സിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ വലിച്ചു കയറ്റുന്ന എയറിൽ മെജോറിറ്റി നൈട്രജനാണ്. കാരണം എന്താണ്? നൈട്രജൻ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യുന്നില്ല. കൂടുതലായിട്ടെന്നല്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ എത്ര നൈട്രജൻ എടുത്താലും പുറത്തേക്ക് അത്രയും തന്നെ നൈട്രജൻ കളയും. മനസ്സിലായി? നോർമൽ ലൈഫിൽ അവിടെ യാതൊരു കണ്ടീഷനിലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഗ്യാസാണ് നൈട്രജൻ. അപ്പോൾ ഈ നൈട്രജൻ പ്ലാന്റ് ഗ്രോത്തിന് അത്യാവശ്യമാണ്. മനസ്സിലായോ? പ്ലാന്റ് ഗ്രോത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് നൈട്രജൻ. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ നൈട്രജനെ പ്ലാന്റിന് നേരിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അത് നല്ല കാര്യമാണല്ലോ അല്ലേ? എന്താണ്? കഴിച്ചിട്ട് ഇറക്കണം പറ്റില്ല, മധുരിച്ചിട്ട് ഉപ്പാണെന്ന് പറയും. പക്ഷെ അത്യാവശ്യം എന്നുള്ള സാധനമാണ്. പക്ഷെ എന്താ ഇതിന് കിട്ടുകയില്ല. മനസ്സിലായി? അപ്പം എന്താ ഈ ഒരു സമയത്ത് ഈ മറ്റു ചില ബാക്ടീരിയംസ്, മറ്റു ചില സാധനങ്ങൾ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റും. അപ്പോൾ അതാണെന്ത്? നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയും. അപ്പോൾ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ഭാഗമാണ് ഇത് ഈ ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ടൈപ്പിലുള്ള കണ്ടീഷനെ വിളിക്കുന്ന പേരാണിത് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേതാണ്? സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിളാണ്. നോസ്റ്റോക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സയനോ ബാക്ടീരിയ. ഇപ്പോൾ ചിലപ്പോൾ ഈ ഡയഗ്രം തന്നിട്ട് ഈ ഭാഗം ചോദിക്കും, അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. നോസ്റ്റോക്കിന് എന്തുണ്ട്? മ്യൂസിലാജിനസ് കവറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ജെലാറ്റിനേഷ്യസ് കവറിംഗ് എന്ന് പറയും. അല്ലേ? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു ഭാഗമാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. എന്ത് ചെയ്യുന്നു ഹെറ്ററോസിസ്റ്റ്?
ഇതാണ് എന്തിനു സഹായിക്കുന്നത്? നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയ കഴിഞ്ഞു? ഒന്ന് ആർക്കി ബാക്ടീരിയ കഴിഞ്ഞു, അടുത്തേതാണ് യു ബാക്ടീരിയയും കഴിഞ്ഞു. മനസ്സിലായോ? ഇനി അടുത്ത ഏതാ ഉള്ളത്? അടുത്ത ഏതാണ്? മൈക്കോപ്ലാസ്മ. ഉറങ്ങിയോ എല്ലാവരും? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ വഴിയില്ല, എൻ്റെ പ്രശ്നമുണ്ട്. എല്ലാവരും ഉണ്ടോ അവിടെ? ശരി. അപ്പൊ അടുത്തെന്ന് പറയുമോ? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ ഇതൊന്നുമില്ല, ഈ സാധനം വളരെ സിമ്പിളാണ്. ഇതിന് 1-2 ഫീച്ചറുകൾ മാത്രം പഠിച്ചാൽ മതി. ബാക്കി പറഞ്ഞ പോലെ ഡിവിഷനോ കാര്യങ്ങളോ, കാരണം ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സാധനമല്ല ഇത്. ദിസ് ആർ ദ സ്മോളസ്റ്റ് സെൽ ഇൻ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവലോകത്തിലെ, ഭൂമിയിൽ എവിടെയൊക്കെ നമ്മൾ ജീവൻ നോക്കിയാലും ആ ജീവലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിയാണിത്, മൈക്കോപ്ലാസ്മ. അത് കൊള്ളാലോ. ഏറ്റവും ചെറിയ ജീവി എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ചെറിയ സെൽ, സ്മോളസ്റ്റ് സെൽ ഇൻ ദ ലിവിങ് വേൾഡ്, ദാറ്റ് ഈസ് കോൾഡ് മൈക്കോപ്ലാസ്മ. അപ്പോൾ ഏറ്റവും വലിയ സെൽ ഏതാണെന്നല്ലേ? സ്മോളസ്റ്റ് പറഞ്ഞാൽ ലാർജസ്റ്റ് സെല്ല് ഉണ്ടാവണമല്ലോ. ലാർജസ്റ്റ് സെൽ ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? ലാർജസ്റ്റ് സെൽ ഇൻ ദ ലിവിങ് വേൾഡ്. സ്മോളസ്റ്റ് സെല്ലിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കാം. അതൊക്കെ ലാർജസ്റ്റ് സെല്ല് നമ്മൾ നേരത്തെ മുതൽ പഠിക്കുന്നതാണേ. ലാർജസ്റ്റ് സെല്ല് നമ്മൾ കഴിക്കുന്നതുമാണ്. ഏതാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതായിരുന്നു? മുട്ടയില്ല, മുട്ടയാണ് ഏറ്റവും വലിപ്പമുള്ള സെല്ല്. മുട്ട. കാരണം മുട്ടയുടെ നമ്മൾ ഓംലെറ്റ് ബുൾസയൊക്കെ അടിക്കുന്ന സാധനം അത് ഒറ്റ സെല്ലാണ്. മനസ്സിലായോ? നമ്മൾ വൈറ്റ് യെല്ലോ നിങ്ങൾ പറയാറില്ലേ? വൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, അല്ലാതെ പ്രോട്ടീൻ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യെല്ലോ എന്ന് പറയുന്നത് യോക്ക് എന്ന് പറയും. നമുക്ക് മാക്രോലൈസിൽ മീസോലൈസിൽ നമുക്ക് സുവോളജിയിൽ പഠിക്കാം. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം അതിനു മുന്നേ ഈ കാര്യം ഓർത്തിരിക്കുക, ആ വൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ. മഞ്ഞക്കുരു എന്ന് പറയാറില്ലേ? മഞ്ഞ എന്ന് പറയുന്നതാണ്, അത് ഫാറ്റാണ്. ആൽബുമിൻ എന്ന് പറയും, ഫാറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടി ചേർന്നിരിക്കുന്ന ആ മുട്ടയുടെ പ്രത്യേകത ഒറ്റ സെല്ലാണ്. അപ്പോൾ ഏറ്റവും വലിയ മുട്ട ഏതാ? മുട്ടയാണ് സെല്ല്, ഏറ്റവും വലിയ സെല്ല്. ഏറ്റവും വലിയ സെല്ല് ഏതായിരിക്കും? അപ്പോൾ ഏറ്റവും വലിയ മുട്ട ഏതാ? ആരുടെയാ? കേട്ടില്ല. ആരെങ്കിലും പറയുമോ? ഏറ്റവും വലിയ മുട്ടയുള്ള ജീവി, മുട്ടയിടുന്ന ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഇവ പക്ഷിയുടെ ഗണത്തിൽപ്പെടും, പക്ഷേ പറക്കാനുള്ള കഴിവില്ല. നല്ലതാണല്ലോ. ഓസ്ട്രിച്ച്. വെരി ഗുഡ്. എഗ് ഓഫ് ഓസ്ട്രിച്ച്, അതാണ് സാധനം. ലാർജസ്റ്റ് സെൽ, ഏറ്റവും വലിപ്പമുള്ള സെല്ല് ഏതാണ്? എഗ് ഓഫ് ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയുടെ മുട്ട. അടുത്ത് ഓസ്ട്രേലിയയിലെ ഇഷ്ടംപോലെ കാണുന്ന സാധനമാണ് എന്താണ് ഈ പറയുന്ന ഒട്ടക പക്ഷി. പക്ഷിയുടെ ഗണത്തിൽ പെടും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ചിറകൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്പീഡിൽ ഓടും. ഒട്ടകപ്പക്ഷിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ലെഗ് ഉണ്ട്, കാലൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുട്ട എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഏകദേശം ഇത്രയൊക്കെ വരും ആ ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അത് ഇത്രയും ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സെല്ല്. അപ്പോൾ ഒരു ആരും ഓർക്കുക, മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നതാണ്. ഇതാണെന്ത്? ഏറ്റവും ചെറിയ സെല്ല്. ഇതിൻ്റെ പേര് എന്തെന്നറിയാമോ? PPLO. PPLO. ചില കുട്ടികളൊക്കെ നമ്മൾ ബാക്ക് ബെഞ്ചിലോ ഫ്രണ്ട് ബെഞ്ചിലോ ഒക്കെ ഇരിക്കുന്ന കുട്ടികൾ അവരുടെ ബെഞ്ച് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പേരിടാറില്ലേ? AM/G എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങുന്ന 2 പേര്, A², എയിൽ തുടങ്ങുന്ന 2 പേര്. M എന്ന് പറയുന്നത് M² M³ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ചില ബെഞ്ചിലൊക്കെ സ്കൂളിലൊക്കെ ബെഞ്ചിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു കോഡ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് PPLO. എന്താണ് PPLO? അതാണ് സ്മോളസ്റ്റ് ഓർഗാനിസം സെല്ല്. ഒരു പേരുണ്ട് കേട്ടോ ഇതിന്, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. കൊള്ളാമല്ലോ ഇത്, കണ്ട? അതാണ് PPLO, പ്ലൂറോ
ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. അപ്പോൾ ഇതാണെന്ത് PPLO. അപ്പോൾ അതാണെന്ത് ലോവസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ലിവിങ് സെൽ. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താ പറയാ, ഇത് പാത്തോജനിക് ആണ്. എന്താ പാത്തോജനിക് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നതാണ്, ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇത് ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് ലാക്ക് സെൽ വോൾ. നമ്മൾ പറഞ്ഞത് ബാക്ടീരിയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ബാക്ടീരിയത്തിന് എന്തുണ്ട്, സെൽ വോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ എന്താണെന്നറിയാമോ, ഈ മൈക്കോപ്ലാസ്മ, ഈ ബാക്ടീരിയയിൽ പെടുന്ന നമ്മളുടെ മൊണീറയിൽ പെടുന്ന മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത അതിനകത്ത് എന്തില്ല, സെൽ വോൾ ഇല്ല. മനസ്സിലായോ? അപ്പോൾ മൊണീറയിൽ നമ്മൾ ഫീച്ചർ പറഞ്ഞ ഒരെണ്ണം ഇതിനകത്തില്ല, സെൽ വോൾ ഇല്ല. ബാക്കി എല്ലാത്തിനും ഉണ്ട് സെൽ വോള്. ബാക്ടീരിയത്തിനൊക്കെ സെൽ വോൾ ഉള്ളതാണ്. അപ്പോൾ സ്മോളസ്റ്റ് സെല്ലാണ്, ഏറ്റവും ചെറിയ സെല്ലിനുള്ള ജീവിയാണ്. ബാക്ടീരിയത്തിനെ പോലും അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുള്ളതാണ് സാധനം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സ്മോളസ്റ്റ് സെല്ല് PPLO എന്ന് പറയും. ഏറ്റവും ചെറിയ സെല്ലിലാണ് ഇത് PPLO. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് PPLO. പിന്നെന്താണിത്, പാത്തോജനിക് ആണ്. പാത്തോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗകാരിയാണ്. രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇത്രയും നമ്മൾ പറഞ്ഞത്, ഏതായിരുന്നു, കിങ്ഡം മൊണീറയിലെ ഡിവിഷൻസ്, ബാക്ടീരിയത്തിന്റെ ഡിവിഷനാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയുണ്ട് ബാക്ടീരിയത്തിന്റെ ഡിവിഷൻ പറഞ്ഞത്, ആർക്കി ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്, മൈക്കോപ്ലാസ്മ ഉണ്ട്. ആർക്കി ബാക്ടീരിയ നമ്മൾ തിരിച്ച് എന്തൊക്കെയായിട്ടായിരുന്നു, ഒന്നാമത്തെ ഏതാണ്, ഹലോഫൈൽസ്, തെർമോസിഡോഫൈൽസ്, മെത്തനോജൻസ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർക്കുന്നുണ്ടോ? ഒരു റിപ്ലൈ കൊടുത്തേരെ. ഓക്കെ. അപ്പോൾ ആർക്കി ബാക്ടീരിയ മൂന്നെണ്ണം പറഞ്ഞുള്ളൂ. ഏതൊക്കെയായിരുന്നു, ഹലോഫൈൽസ്, തെർമോസിഡോഫൈൽസ്, പിന്നെയോ മെത്തനോജൻസ്. യു ബാക്ടീരിയ പറഞ്ഞതാണ്, അതാണ് ട്രൂ ബാക്ടീരിയ. അതിനെ ബാക്ടീരിയ എന്നും പിന്നെയും തിരിച്ച് സൈനോ ബാക്ടീരിയ എന്ന് തിരിച്ചു. ബാക്ടീരിയ അതിന്റെ ഷേപ്പ് അനുസരിച്ച് കോക്കോസ്, ബസില്ലസ്, വിബ്രിയോ, സ്പൈറൽ നാലായിട്ട് തിരിച്ചു. ഇനി ഇതിൽ തന്നെ എണ്ണം അനുസരിച്ച് നമുക്ക് വീണ്ടും തിരിക്കാം. കോക്കോസിൽ ഒറ്റെണ്ണം സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ബാക്ടീരിയ ആണെങ്കിൽ മോണോകോക്കസ്. രണ്ടെണ്ണമാണ് നിൽക്കുന്നതാണെങ്കിൽ എന്താണ്, ഡിപ്ലോകോക്കസ്. രണ്ടിലധികം ഉള്ളത് ഒരു കോളനി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, കൊളോണിയൽ ഫോമിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റഫൈലോകോക്കസ്. ഇനി ലീനിയർ ആണെങ്കിൽ, ഒരു ചെയിൻ പോലെ കാണുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്ട്രെപ്റ്റോകോക്കസ്. അതായിരുന്നു ബാക്ടീരിയത്തിന്റെ പ്രത്യേകത. പിന്നീട് നമ്മൾ പഠിച്ച സയനോ ബാക്ടീരിയ സിംഗിളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ അതേതാണ്, എക്സാമ്പിൾ സ്പൈറുലേനിയ. അടുത്തത് ലീനിയർ ആയിട്ട് നിൽക്കുന്നതാണെന്ത്, നോസ്റ്റോക്ക് ആൻഡ് അനബിന. ഇനി കൊളോണിയൽ ഫോമിൽ നിൽക്കുന്നതാണ് ഇത്, ഓസിലറ്റോറിയ. മനസ്സിലായോ? പിന്നീട് നമ്മൾ നോസ്റ്റോക്കിന്റെ ഫീച്ചർ പഠിച്ചു. നോസ്റ്റോക്ക് ലീനിയർ ആണ്. ലീനിയർ ആയിട്ട് നിൽക്കാൻ കാരണം എന്താണ്, അതൊരു മ്യൂസിലാജിനസ് കവറിങ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. പിന്നെന്താണ്, അതിൽ തന്നെ ഹെറ്ററോസിസ്റ്റം എന്ന് പറയുന്ന സെല്ലുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ പഠിച്ചാൽ നമുക്ക് കിങ്ഡം മൊണീറയെ വൈൻഡപ്പ് ചെയ്യാം, കൂട്ടിക്കെട്ടാം. അതും കുറച്ച് കൂടുതലുള്ളതാണ് കേട്ടോ. എന്താണെന്നറിയാമോ ഈ കാര്യം, ഇത്രയും നമ്മൾ പഠിച്ചത് കിങ്ഡം മൊണീറയുടെ ഫീച്ചറുകളുടെ ഡിവിഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് കിങ്ഡം മൊണീറയുടെ ന്യൂട്രിഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഇത് രണ്ടും കൊണ്ട് ഈ സാധനം തീരുള്ളൂ. ഏത്, കിങ്ഡം മൊണീറ തീരുള്ളൂ. അപ്പൊ എന്താ ന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടല്ലേ. The process of gaining nutrient, that is called nutrition. On the basis of that, എന്താ പറഞ്ഞത്, ന്യൂട്രിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സാ. ന്യൂട്രിയന്റ് നേടിയെടുക്കുന്ന ആ ഒരു പ്രത്യേകതയെ വിളിക്കുന്ന കാര്യത്തെ വിളിക്കുന്ന പേരാണെന്ത്, ന്യൂട്രിഷൻ. അപ്പൊ ന്യൂട്രിഷൻ അനുസരിച്ച് എത്രയായിട്ട് ഇരിക്കാം, നമുക്ക് ആദ്യം ന്യൂട്രിഷൻ മാത്രം എഴുതാം അല്ലേ. റീപ്രൊഡക്ഷനും ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ന്യൂട്രിഷൻ മാത്രം പറയാം. ന്യൂട്രീഷൻ അനുസരിച്ച് എന്താണ്, ഈ ഓർഗാനിസത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം.
ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നും പറയും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയും. അടുത്തെന്താണ് ഇപ്പോൾ ഓപ്പോസിറ്റ്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയും. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇപ്പൊ എന്തായിരിക്കും ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്? ഇൻ ദ ഓർഗാനിസത്തെ ഫുഡിനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പിലുള്ള ന്യൂട്രീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മനസ്സിലായോ? ഈ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്താനായിട്ട് എന്തൊരു സാധനം വേണം? എന്താണെന്നറിയാമോ? എനർജി വേണം. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഫോട്ടോസിന്തസിസിൽ എനർജി ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. ETS, എനർജി ട്രാൻസ്പോർട്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അത് തന്നെ എന്താണ്? എനർജി ട്രാൻസ്പോർട്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് ആ ഭാഗത്ത് പഠിക്കണം. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താണ്? ഇൻ വിച്ച് ഓർഗാനിസംസ് പ്രിപ്പയർ their own food material. പക്ഷേ ബാക്ടീരിയയിൽ തന്നെ നമ്മൾ പറഞ്ഞെന്താണ്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു. ഈ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കണം. എന്നറിയാമോ? ഓട്ടോട്രോഫിക് ആൻഡ് കീമോ ഓട്ടോട്രോഫിക്. നല്ലതാണല്ലോ. അപ്പോൾ പേരിലൊക്കെ തന്നെ നല്ല ഒരു കാര്യമില്ല. ഫോട്ടോ ഓട്ടോട്രോപ്പിക് ആൻഡ് കീമോ ഓട്ടോട്രോപ്പിക്. എന്താണ് സംഭവം? ഇത് ഓട്ടോട്രോപ്പിക് നമ്മൾ പറഞ്ഞു, പ്രിപ്പയർ ചെയ്യാം, ഫുഡ് പ്രിപ്പയർ ചെയ്യാം സ്വന്തമായിട്ട്. പിന്നെന്താണ് ഇപ്പൊ രണ്ടായിട്ട് വീണ്ടും തിരിച്ചത്? ഫോട്ടോ ആൻഡ് കീമോ. ഇവിടെ ആ പ്രോസസ് ചെയ്യേണ്ടുന്ന എനർജി സോഴ്സ് ഇല്ലേ, എനർജി ലഭിക്കണം, എനർജി കിട്ടണം. ആ എനർജി കിട്ടുന്നത് എവിടെയാണോ അതിനനുസരിച്ചാണ് ഇത് രണ്ടും തിരിച്ചിരിക്കുന്നത്. ഫോട്ടോട്രോപ്പിക് എന്നും കീമോട്രോപ്പിക്. ഫോട്ടോ മീൻസ് എന്താണെന്നറിയാമോ? ലൈറ്റ് എന്ന് വിളിക്കും. ഇതാണ് ലൈറ്റ്. ഫോട്ടോ മീൻസ് ലൈറ്റ്. അപ്പൊ എന്താണ്? ലൈറ്റ് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോട്ടോ ഓട്ടോട്രോപ്പിക്. കാരണം അവർക്ക് എന്തുണ്ടാവണം? ഓട്ടോട്രോപ്പിക് ആണെങ്കിൽ നോർമലി ഏത് പിഗ്മെന്റ് വേണം? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താണ് ഓർക്കുക? ഫോട്ടോ ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? എനർജി സോഴ്സ് ഈസ് ലൈറ്റ് ആണ്. അടുത്തെന്താണ്? കീമോ ഓട്ടോട്രോപ്പിക്. അതെന്താണ് ഇപ്പൊ കീമോ ഓട്ടോട്രോപ്പിക്? കീമോ മീൻസ് കെമിക്കൽസ്. മനസ്സിലായോ? കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പൊ എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത്? ഈ പിന്നെ ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള എനർജി സോഴ്സ്. എന്താണെന്നറിയാമോ? ഏതൊക്കെ കെമിക്കൽ സോഴ്സ് ആണെന്ന് അറിയാമോ? നൈട്രൈറ്റ്, പിന്നെയോ നൈട്രേറ്റ്, പിന്നെയോ അമോണിയ. അപ്പൊ അവിടെ ലൈറ്റ് വേണ്ട അവർക്ക്. മനസ്സിലായോ? ലൈറ്റ് എന്ന് പറയുന്നതാണ് എനർജി. ലൈറ്റ് അബ്സോർബ് ചെയ്യാം. നമുക്ക് ലൈറ്റ് എനർജി, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിന്റെ 2 ഫേസുകൾ എന്നൊക്കെ പറയുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെയും നൈട്രേറ്റ്, അമോണിയ ഇതുപോലുള്ള സാധനങ്ങളാണിത്. ഇതിനെ ഓക്സിഡൈസ് ചെയ്യും. ആര്? ഈ ബാക്ടീരിയ ഓക്സിഡൈസ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എനർജി ഉണ്ടാക്കിയെടുക്കും. അപ്പൊ എന്താണ് ആ എനർജി ഉപയോഗിക്കുക? ഫോട്ടോസിന്തസിസ് നടത്താനുള്ള എനർജി സോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ത്? കീമോ ഓട്ടോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും. മനസ്സിലായോ? അതാണെന്ത്? ഓട്ടോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പ്രത്യേകതയാണ്. ഇനി അടുത്തത് നോക്കിയാൽ എന്താണത്? ഹെറ്ററോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പൊ എന്തായിരിക്കും ഹെറ്ററോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഓർഗാനിസംസ് കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. അവർക്ക് അവരുടെ ആഹാരത്തെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹെറ്ററോട്രോഫിക്. ഈ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനെ നമുക്ക് വീണ്ടും 3ആയിട്ട് തിരിക്കാം.
വീണ്ടും വീണ്ടും തിരിച്ച് നമ്മളുടെ തിരിവായി പോയത് കേട്ടോ. എന്നാണെന്ന് ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ എന്ന് പറയാമോ? പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അടുത്തത് എന്താണ്? പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അടുത്തത് സിംബയോട്ടിക് symbiotic and saprotrophic. തെറ്റി പോകുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പറയുക കേട്ടോ. പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ പറയുക. നിങ്ങളുടെ സൗണ്ട് കേൾക്കാം, മുഖം കാണാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞത് ന്യൂട്രീഷനിൽ ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതിൽ തന്നെ 2 ഫോട്ടോട്രോപിക് എന്നും കീമോട്ടോട്രോപിക് എന്നും. ഫോട്ടോട്രോപിക്കിൽ ലൈറ്റ് ആണ്. ഫോട്ടോ മീൻസ് ലൈറ്റ്, കീമോ മീൻസ് chemical substance, oxidation of chemical substance like ammonia, nitrate. ഇത് എന്താണ്? ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ നമുക്ക് വീണ്ടും തിരിക്കുന്ന പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, സിംബയോട്ടിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പാരസിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പാരസൈറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു ബാക്ടീരിയയും ഒരു ഹോസ്റ്റും ഉണ്ടാകും. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരാണോ എവിടെയാണോ താമസിക്കുന്നത്, ആര്? ബാക്ടീരിയ എവിടെയാണോ താമസിക്കുന്നത് അതിനെ വിളിക്കുന്നവരാണ് ഹോസ്റ്റ്. മനസ്സിലായോ? അപ്പൊ ഈ ഹോസ്റ്റിൽ താമസിച്ച് ഹോസ്റ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയത്തെ വിളിക്കുന്ന പേരാണത് പാരസൈറ്റ്, രോഗാണുക്കൾ എന്ന് പറയും. മനസ്സിലായി? ആക്ച്വലി അവർ അതിനകത്തോട്ട് കയറിയ ഉടനെ രോഗം ഉണ്ടാക്കുകയല്ല. അവരവിടെ ലൈഫ് ആക്ടിവിറ്റി നടന്നിട്ട് പുറത്തേക്ക് കളയുന്ന വേസ്റ്റ് ഇല്ലേ, നമ്മളിലാണെങ്കിൽ യൂറിനായിട്ട്, ഫീക്കൽ മാറ്റേഴ്സ് ആയിട്ട്, സെറ്റായിട്ടൊക്കെ പുറത്തേക്ക് പോകുന്ന സാധനം. അപ്പോൾ ഈ ബാക്ടീരിയംസ് ചെയ്യുന്നത് അവരവിടെ ചെന്നിട്ട് അവരുടെ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം നടത്തുമ്പോൾ പുറത്തേക്ക് വിടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ടോക്സിക് ആണ്. ആ ടോക്സിക്കിനെതിരായിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ശരീരം പ്രതികരിക്കുന്നതാണ് എന്ത്? ഈ പറയുന്ന പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ എക്സാമ്പിൾ ഏതാണെന്ന് അറിയാമോ? എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇപ്പോൾ സാൽമോണല്ല ടൈഫി കേട്ടിട്ടുണ്ടോ? സാൽമോണല്ല ടൈഫി ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. ടൈഫി മീൻസ് എന്താണ്? ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ടൈപ്പ് ബാക്ടീരിയ ആണ് ടൈഫി. അതാണ് സാൽമോണല്ല ടൈഫി. മനസ്സിലായോ? പിന്നെയുണ്ട് എന്താണ്? വിബ്രിയോ കോളറെ. വിബ്രിയോ മീൻസ് കോമാ ഷേപ്പിലുള്ള ബാക്ടീരിയ ആണ്. ഏതാണത്? കോളറ ഉണ്ടാക്കുന്ന ടൈപ്പ് ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ബാക്ടീരിയംസ് ഉണ്ട്. അപ്പോൾ ആ ബാക്ടീരിയ പ്രത്യേകം എന്താണ്? ഇത് പാരസൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയ എവിടെയാണോ താമസിക്കുന്നത് അത് താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവിടെയുള്ള ന്യൂട്രിയൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ എടുത്തതിന് ശേഷം അവർക്ക് തന്നെ കുഴപ്പങ്ങളുണ്ടാകും. മനസ്സിലായോ? അതിനെ വിളിക്കുന്ന പേരുടെ പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും. അടുത്തെന്താണ്? സിംബയോട്ടിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. സിംബയോട്ടിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്തറിയാമോ? റൈസോബിയ, അസിറ്റോബാക്ടർ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയംസ് ഇതിന്റെ എക്സാമ്പിളാണ്. സിംബയോട്ടിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും വേറെ ഏതെങ്കിലും ജീവിയായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളുടെ പയറ് ചെടിയില്ല, പയറ് ചെടിയുടെ റൂട്ട് അല്ലെങ്കിൽ അതിന് നമ്മൾ പൊക്കി നോക്കിയെന്നാൽ അതിൻ്റെ റൂട്ടിൻ്റെ വശങ്ങളിലെ പ്രത്യേകത എന്നറിയാമോ? ഈ പയറ് ചെടിയുടെ വേരിൽ ഇങ്ങനെ കാണുന്ന ഒരു ചെറിയ എന്താണ് ഒരു കുറച്ച് ബൾജ്ഡ് പോർഷൻ, കുറച്ചൊരു ചെറിയ മുത്ത് പോലെ നിൽക്കുന്നൊരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഇത് ഒരു ടൈപ്പ് ബാക്ടീരിയത്തെ വസിക്കുന്ന, അത് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ വിളിക്കുന്ന അതിനെ റൂട്ട് നോഡ്യൂൾ എന്നൊക്കെ പറയും. ആ ബാക്ടീരിയ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈപ്പ് ബാക്ടീരിയ വസിക്കുന്നുണ്ട്.
മനസ്സിലായി? എന്തിനാണ് വസിക്കുന്നത്? നൈട്രജനെ ഫിക്സ് ചെയ്യാനായി. എന്ത്? അത് നമ്മൾ നേരത്തെ പഠിച്ചില്ല, നൈട്രജൻ ഫിക്സേഷൻ പഠിച്ചില്ല, ഹെറ്ററോസിസ്റ്റ് ഒക്കെയുള്ള ആ ബാക്ടീരിയമാണ് ഇത്. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നൈട്രജനെ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആയിട്ട് മണ്ണിൽ കൊടുക്കും. അപ്പോൾ നൈട്രജൻ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ബാക്ടീരിയ വേറൊരു ഹോസ്റ്റുമായിട്ട് താമസിക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണെന്ത്? സിംബയോട്ടിക് മോഡ് ഓഫ് റിലേഷൻഷിപ്പ്. അപ്പൊ എന്താ കൊടുക്കുക? ബാക്ടീരിയം അതിനാവശ്യം വേണ്ടുന്ന ന്യൂട്രിയൻ സപ്ലൈ ചെയ്യും. തിരിച്ച് ഹോസ്റ്റ് എന്ത് ചെയ്യും? ബാക്ടീരിയത്തിന് ആവശ്യം വേണ്ടുന്ന എന്ത് കൊടുക്കും? അതിന്റെ ഷെൽട്ടർ കൊടുക്കും. അതാണ് സിംബയോട്ടിക് മോഡ് ഓഫ്. അടുത്തതാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. സാപ്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഏതെങ്കിലും ചീഞ്ഞഴുകിയിട്ടുള്ള ഡെഡ് ഓർ ഡിക്കേയിങ് മാറ്റേഴ്സിൽ നിന്ന് അവരുടെ ന്യൂട്രിയന്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എടുക്കുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയത്തെ വിളിക്കുന്ന പേരാണെന്ത്? സാപ്രോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ എന്താണ് കിങ്ഡം മൊണീറ? ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക്കിൽ തന്നെ രണ്ട് ടൈപ്പ് മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുന്നത് ഏതാണ്? ഫോട്ടോ ഓട്ടോട്രോപിക് എന്ന് പറയും, കീമോ ഓട്ടോട്രോപിക് എന്ന് പറയും. ഓട്ടോട്രോപിക്, ഫോട്ടോ ഓട്ടോട്രോപിക് ആണെങ്കിൽ ലൈറ്റ് ആണ് എന്ത്? എനർജി സോഴ്സ്. കീമോ ഓട്ടോട്രോപിക്കിലോ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എനർജി സോഴ്സ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. പിന്നെന്താണ് ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ? ഒന്ന് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പാരസൈറ്റുകളാണ്, അത് രോഗാണുക്കളാണ്. എക്സാമ്പിൾ ആണ് പിന്നെ നമ്മളെ വിബ്രിയോ കോളറ എന്ന് പറയുന്നത്, സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ടൈപ്പ് ബാക്ടീരിയ. സിംബയോട്ടിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏതാണ്? അവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവും. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഡെഡ് ഓർ ഡിക്കേയിങ് മാറ്റേഴ്സ് ആർ ദ സോഴ്സ് ഓഫ് എനർജി, സോഴ്സ് ഓഫ് ന്യൂട്രിയന്റ് ഈസ് കോൾഡ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. 1 minute. ഇനി നമ്മളുടെ അവസാന ഭാഗം ഇതുകൂടെ പറഞ്ഞാൽ കിങ്ഡം മൊണീറ കഴിയുള്ളൂ കേട്ടോ. അതേതായിരുന്നു? ഇതാണ് നമ്മൾ പറയേണ്ടുന്ന റീപ്രൊഡക്ഷൻ. നോർമലി ഈ യൂണിസെല്ലുലാർ മോഡ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ പ്രത്യേകത, അവർക്ക് വളരെ ചെറിയ സെല്ലായതുകൊണ്ട്, മൈക്രോസ്കോപ്പിക് ആയതുകൊണ്ട് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. മനസ്സിലായോ? അപ്പൊ ബാക്ടീരിയത്തിന്റെ റീപ്രൊഡക്ഷനെ നമുക്ക് 3 ഭാഗങ്ങൾ, 3 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഏതെന്ന് അറിയാമോ? ഫിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബൈനറി ഫിഷൻ. കേട്ടിട്ടുണ്ടോ ഇത്? ഫിഷൻ എന്ന് പറഞ്ഞാൽ, ഫ്യൂഷൻ എന്ന് പറയും, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, 10ാം ക്ലാസ് വരെയൊക്കെ. ഫിഷൻ മീൻസ് ബ്രേക്കിംഗ് ഇറ്റ് ഇൻറ്റു 2, രണ്ടായിട്ട് അല്ലെങ്കിൽ രണ്ടായിട്ട് മാറുക, അതിനെ ഫിഷൻ എന്ന് പറയും. ഫ്യൂഷൻ എന്ന് പറയുന്നത് കൂടിച്ചേരുക, അതാണ് ഫിഷന് ഫ്യൂഷൻ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഫിഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ബാക്ടീരിയൽ സെല്ല് രണ്ടായിട്ട് മാറുന്നു. മനസ്സിലായോ? അത്തരത്തിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിഷൻ. ഒരു ബാക്ടീരിയയിൽ നിന്ന് 2 ടൈപ്പ് ബാക്ടീരിയ ഉണ്ടാകും, വളരെ പെട്ടെന്ന്, റാപ്പിഡാണ്. അതാണ് ഈ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒക്കെ പ്രത്യേകത. ഒരു സെല്ല് രണ്ടായിട്ട് മാറി ഏകദേശം 10 മിനിറ്റ് കൊണ്ട് സംഭവം പെറ്റുവരും. അതാണ് ഇതിൻ്റെ കുഴപ്പം. രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആകാനുള്ള കാര്യം ഇതാണ്. 1, 2 വീണ്ടും നോക്കിയേ, ഇത് മെച്ചുറായി കഴിയുമ്പോൾ 2, വീണ്ടും 2, ഇത് വീണ്ടും 2, അങ്ങനെ റീപ്രൊഡക്ഷൻ പോകും. അതാണ് നമ്പർ വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ അത്തരത്തിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈനറി ഫിഷൻ എന്ന് പറയും. മനസ്സിലായോ? ബൈനറി ഫിഷൻ. ഇനി അടുത്തെന്ന് അറിയാമോ? സ്പോർ ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എൻഡോസ്പോർ ഫോർമേഷൻ.
സ്പോർ ഫോർമേഷൻ എന്താണെന്ന് അറിയാമോ? ബാക്ടീരിയത്തിന് അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ, അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിക്കാൻ സാഹചര്യം പറ്റാത്തതാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ അതെവിടെയാണെന്നറിയാമോ? ഒരു ബാക്ടീരിയൽ സെൽ ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നോർമലി അറ്റ്മോസ്ഫിയറിൽ നോർമൽ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതിൻ്റെ പുറമേക്ക് ഒരു കവറിങ് വരും. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരെന്ന് പറയാം എൻഡോസ്പോർ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് ഒരു കണ്ടീഷനെ വിളിക്കുന്ന പറയുന്നത് എൻഡോസ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇനി അടുത്തത് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ടൈപ്പ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഹയർ ഫോംസിലാണെങ്കിലും ഇവിടെ ബാക്ടീരിയൽ സെല്ല് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇന്ന് ലോവർ ഫോംസ് ആണ്. മനസ്സിലായോ? പക്ഷേ ഇതൊരു കാര്യം എന്താണ്? ഇവിടെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയാൻ നോർമലി മെയില് ഫീമെയിൽ അങ്ങനെയൊന്നും ഇതിനകത്തില്ല. അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പോലും പറ്റൂല. പക്ഷേ ഇവിടെ കാണിക്കുന്ന സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു ബാക്ടീരിയൽ സെല്ല്. ഈ ബാക്ടീരിയൽ സെല്ലിന് ഓൾറെഡി നമുക്ക് എന്തുണ്ട്? ഇവർക്ക് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. മനസ്സിലായോ? ഇനി ഇത് കൂടാതെ വേറൊരു ജനറ്റിക് മെറ്റീരിയൽ കൂടെ ഇവിടെയുണ്ട്, ബാക്ടീരിയത്തിലുണ്ട്. എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, 2 സ്റ്റാൻഡുകളുള്ളതാണ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുമ്പോൾ പ്ലാസ്മിഡ് എന്ന് പറയും. പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിന് ഒരു കഴിവുണ്ട്, സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വയം വിഭജിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ സെല്ല് വേറൊരു ബാക്ടീരിയൽ സെല്ലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണെങ്കിൽ, ഒരു ബാക്ടീരിയൽ സെല്ല് എന്നാണ് മറ്റൊരു ബാക്ടീരിയൽ സെല്ലുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയൽ സെല്ലിൻ്റെ പ്ലാസ്മിഡിൻ്റെ ഒരു സ്ട്രാൻഡിലെ അത് ഇതിലൂടെ സഞ്ചരിച്ച് ഇവിടെ വരും. മനസ്സിലായോ? അപ്പൊ പ്ലാസ്മിഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അതിൽ നിന്ന് ഒരു സ്ട്രാൻഡ് സഞ്ചരിച്ച് ഇവിടേക്ക് വന്നു. അപ്പോഴെന്താണ്? ഇതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോഴെന്ത് ചെയ്യും? ഇവിടേക്ക് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഇത് ഒരു കവറിങ് കൂടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് കൂടെ ഉണ്ടാക്കും. ഇവിടെ എന്താണ്? പോയ ഒരു സ്റ്റാൻഡ് വീണ്ടും ഒരു സ്റ്റാൻഡിനെ വീണ്ടും ഉൽപ്പാദിപ്പിക്കും, റീജനറേറ്റ് ചെയ്യും. അപ്പോഴെന്താണ്? ഇത്തരത്തിൽ ടൈപ്പ് കാണിക്കുന്നത്. അപ്പോൾ 2 ബാക്ടീരിയൽ സെല്ല് കോണ്ടാക്റ്റിൽ വരികയാണ്. അപ്പം അതുകൊണ്ടാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ടൈപ്പ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മോഡ് ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ഈസ് ടേംഡ് ആസ് കോൺജുഗേഷൻ. ബാക്ടീരിയൽ കോൺജുഗേഷൻ. ഓർക്കുക, ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എവിടെയാണ്? ബാക്ടീരിയത്തിൽ കാണിക്കുന്ന സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് ദ ബാക്ടീരിയൽ കോൺജുഗേഷൻ. മനസ്സിലായോ? അപ്പോൾ കിങ്ഡം മുനീറ ഇത്രയേ ഉള്ളൂ. റീപ്രൊഡക്ഷനും ന്യൂട്രീഷനും കൊണ്ട് കിങ്ഡം മുനീറ കഴിഞ്ഞു. അപ്പോൾ കിങ്ഡം മുനീറയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് ഓർക്കാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. കിങ്ഡം മുനീറ എന്തായിരുന്നു? യൂണിസെല്ലുലർ ആണ്, ഓട്ടോട്രോഫിക് ഹെറ്ററോട്രോഫിക് ആണ്, പ്രോട്ടോകാരിയോട്ടിക് ആണ്. 3 ടേമുകൾ ഇത് പറയാം. കിങ്ഡം മുനീറയെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന എങ്ങനെയൊക്കെയാണ്? ഇത് എൻഷ്യൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവരെ കമ്മിങ്സ് അണ്ടർ ബാക്ടീരിയ വരുന്ന ഗ്രൂപ്പാണ് അല്ലേ? പിന്നെന്തായിരുന്നു? ഇതിൻ്റെ 3 ഡിവിഷൻസ് ഏതൊക്കെയായിരുന്നു? കിങ്ഡം മുനീറയിൽ തന്നെ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അല്ലേ? ആർക്കി ബാക്ടീരിയ 3 വീണ്ടും തിരിച്ചു. ഹെലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ്, പിന്നെയോ മെത്തനോജൻസ്. പിന്നെ യു ബാക്ടീരിയ വന്നപ്പോൾ അത് ട്രൂ ബാക്ടീരിയ ആണ്. അത് വീണ്ടും 2 തിരിച്ചാൽ ബാക്ടീരിയ എന്ന് തിരിക്കും. പിന്നെയോ അടുത്ത പറയുന്നത് സയനോ ബാക്ടീരിയ എന്ന് തിരിച്ചു.
അതിൽ തന്നെ ബാക്ടീരിയ അവരുടെ ഷേപ്പ് അനുസരിച്ച് 4 ആയിട്ട് തിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? കോക്കോസ്, ബാസില്ലസ്, വിബ്രിയോ, സ്പൈറൽ. അല്ലേ? കോക്കോസിനെ സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മോണോകോക്കൈ, ഡബിൾ ആണെങ്കിൽ ഡിപ്ലോകോക്കൈ, കോളനി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സ്റ്റഫൈലോകോക്കൈ, ലീനിയർ ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ. മനസ്സിലായോ? അതായിരുന്നു കോക്കസ്. ഇനി സയനോബാക്ടീരിയ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അത് ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? സ്പൈറുലേനിയ, നോസ്റ്റോക്ക് ഓർ അനബീൻ, നോസ്റ്റോക്ക് ആൻഡ് അനബീന. പിന്നെയോ അടുത്തതായിരുന്നു നമ്മൾ പഠിച്ചത് ഓസിലറ്റോറിയ. അതായിരുന്നു അതിന്റെ എക്സാമ്പിൾ. അതിൽ നോസ്റ്റോക്കിന്റെ ഫീച്ചർ നമ്മൾ പഠിച്ചു. അത് ലീനിയർ കാണിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സെല്ല് ഒരു മ്യൂസിലാജിനസ് കവറിംഗ് ഉണ്ട്, അല്ലേ? ജെലാറ്റിനസ് കവറിംഗ് ഉണ്ട്, ഹെറ്ററോസിസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അതെല്ലാമാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് എന്താണുള്ളത്? നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് ഓട്ടോട്രോഫിക് എന്നും ഹെറ്ററോട്രോഫിക് എന്നും ബാക്ടീരിയത്തെ തിരിച്ചു. മൈക്കോപ്ലാസ്മ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? മൈക്കോപ്ലാസ്മയിൽ വരുമ്പോൾ അത് സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്, PPLO. അതാണ് സ്മോളസ്റ്റ് ലിവിങ് സെല്ല്. ലാക്ക് ഓഫ് സെൽ വോൾ അവർക്ക് കാണപ്പെടുന്നില്ല, പാത്തോജനിക് ആണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ന്യൂട്രീഷൻ അനുസരിച്ച് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക്കിൽ തന്നെ 2 ഫോട്ടോ ഓട്ടോട്രോപിക് എന്നും കീമോ ഓട്ടോട്രോപിക് എന്നും. ഹെറ്ററോട്രോഫിക്കിൽ തന്നെയാണ് 3 പാരസെറ്റിക്, സിംബയോട്ടിക്, സാപ്രോട്രോപിക്. പിന്നെ റീപ്രൊഡക്ഷൻ വന്നപ്പോൾ എന്താണ്? ഫിഷൻ പറഞ്ഞു, സ്പോർ ഫോർമേഷൻ, എൻഡോസ്പോർ ഫോർമേഷൻ പറഞ്ഞു, കോൺജുഗേഷൻ കുറച്ച് അഡ്വാൻസ്ഡ് എന്ന് പറയും. മനസ്സിലായി? സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നതാണ്. കാരണം ഈ ബാക്ടീരിയൽ സെൽസിന് സെക്ഷുവലി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള യാതൊരു പോസിബിലിറ്റിയും ഇല്ല. പക്ഷേ 2 ബാക്ടീരിയൽ സെല്ല് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് പ്ലാസ്മിഡിൽ നിന്ന് ഒരു സ്ട്രാൻഡ് അടുത്ത ബാക്ടീരിയൽ സെല്ലിലേക്ക് മാറും. അപ്പോൾ ഈ സ്റ്റാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഇത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അത് റീജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയി. അത്തരത്തിലുള്ള മോഡ് ഓഫ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാക്ടീരിയൽ കോൺജുഗേഷൻ. ഇതുകൊണ്ട് കിങ്ഡം മൊണീറ കഴിഞ്ഞു.